അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസിപ്രിയ അൽഫോൻസ തോമസ് ആന്റിയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയായിട്ട് താന് തന്റെ ജീവിതം നയിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ നേരിട്ട ചില അത്യാഹിതങ്ങള്, ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതല്, അവയെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അൽഫോൻസ തോമസ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. എൻ്റെ പേര് അൽഫോൻസ തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് കട്ടപ്പനയ്ക്കടുത്ത് ഏലപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 2 മക്കളുണ്ട്. രണ്ടുപേരും വിവാഹിതരാണ്. മോന് കുടുംബമായിട്ട് ഓസ്ട്രേലിയയുടെ പ്രദേശത്തായിരിക്കുന്നു, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോള് കുടുംബമായിട്ട് കുവൈറ്റിന്റെ പ്രദേശത്തായിരിക്കുന്നു, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഞങ്ങളിവിടെ ഏറുമ്പുഴ എന്ന സ്ഥലത്ത് ചർച്ചക്കോടില് കൂടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, റിട്ടയർഡ് ആയി ഇപ്പൊ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു RC ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ 10 മക്കളായിരുന്നു. 7 സഹോദരങ്ങളും 3 സഹോദരിമാരും. അതിൽ 10ാമത്തെ ആളായിട്ട് ജനിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പ്രീ ഡിഗ്രി SLC കഴിഞ്ഞ പ്രീ ഡിഗ്രി, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിയോട് പഠിച്ച ശേഷം ഞാൻ 6-7 വർഷം നേഴ്സിംഗിന് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനും കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം 1984 ഞങ്ങളുടെ വിവാഹം കഴിയുകയും 85 കർത്താവ് ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദാനമായി തന്ന്, 87 രണ്ടാമത്തെ പെൺകുഞ്ഞിന് ദാനമായി തന്ന് ഞങ്ങൾ സന്തോഷമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ക്വാർട്ടേഴ്സുകളിൽ ആദ്യകാലങ്ങളിൽ ഓഫീസ് ജോലിയുടെ ബന്ധത്തിൽ പല സ്ഥലങ്ങളിലും ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഏലപ്പാറയുടെ പ്രദേശത്ത് വന്ന് ഭവനം വാങ്ങി അവിടെ സന്തോഷമായി ജീവിക്കുന്നു. എൻ്റെ ഭവനത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് ആരും ഇതുവരെയായിട്ടും വിശ്വാസി വന്നിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും RC ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സമയമാകുമ്പോൾ അവരെ കർത്താവ് വിളിച്ച് വേർതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും വിശ്വാസത്തിന് ഞങ്ങൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് സമയമാകുമ്പോൾ അവരെ ദൈവസേനയിലേക്ക് കൊണ്ടുവരുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസി വന്ന സമയത്ത് പലവിധമായ നിന്ദകൾ, പരിഹാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. എങ്കിലും കർത്താവ് ഞങ്ങൾ എത്രത്തോളം നിലനിർത്തി ദൈവസ്നേഹത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവനാണ് ദൈവസേനയിൽ 1991 ദൈവസേനയിൽ കടന്നു വരാൻ ഇടയായിത്തീർന്നു. ആ സമയങ്ങളിൽ ഞാൻ പല തടസ്സങ്ങളും പറഞ്ഞ് ദൈവസേന RC ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ, അപ്പൊ ദൈവസേനയിലേക്ക് കടന്നു വരികയില്ല. യോഗമനസ്സൊക്കെ ഉയർന്ന കാര്യത്തിലും പിന്നെ മാതാപിതാക്കന്മാർ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിലല്ലോ. അപ്പൊ അവർ RC ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാരണം ഞാൻ പല തടസ്സങ്ങൾ പറഞ്ഞു. ഞാൻ ദൈവസേനയിലേക്ക് കടന്നു വരത്തില്ല എന്നും പറഞ്ഞ് 2-3 വർഷക്കാലം ഇങ്ങനെ പിടിച്ചു നിന്ന് ആരാധനയ്ക്കൊന്നും പോകാതെ പിടിച്ചു നിന്ന് അതിനുശേഷം 1994 നവംബർ മാസം 11-ാം തീയതി കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കാൻ, കർത്താവിന് സ്വന്തം രക്ഷിതാവായ സ്വീകരിക്കാൻ കർത്താവിനെ സഹായിച്ച് സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അതിനു മുമ്പായിട്ട് കർത്താവിനെ അറിയണമെന്ന്. ആ സമയമായിരിക്കും കർത്താവ് എന്നെ വിളിച്ച് വർദ്ധിക്കാൻ സമയമായത്. അതുവരെ ഞാൻ ഇങ്ങനെ പല തടസ്സങ്ങൾ പറഞ്ഞ ദൈവസേനയിൽ കടന്നു വരാതെ പല ദേവദാസന്മാരും വന്ന് പറഞ്ഞെങ്കിലും ഞാൻ ദൈവസേനയിൽ കടന്നു വരാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ 1994 നവംബർ 11-ാം തീയതി ദൈവസേനയിൽ കർത്താവിന് സാക്ഷീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുംബം ഇങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഭർത്താവിന്റെ ദാസൻ പല സ്ഥലങ്ങളിലും സഭാചാർജ് എടുക്കുകയും അവിടെ എല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കുകയും ഞങ്ങൾ കുടുംബമായി അവിടെ പോയി കർത്താവിനെ ശുശ്രൂഷിക്കാൻ നേരെ ദൈവസേനയിലേക്ക് ആധാരപ്പെടുത്തുവാൻ തക്കാണ് കർത്താവ് സഹായിച്ചു. പല സഭകളിലും പോയി
അനേകരെ ദൈവസേനയിൽ ആദായപ്പെടുത്താൻ കർത്താവ് സഹായിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോഴും പല നിന്ദകളും പരിഹാസങ്ങളെല്ലാം ജീവിതത്തിലോട്ട് ആഞ്ഞടിച്ച് എല്ലാം പ്രതികൂലങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിന് മാത്രം നോക്കി ജീവിച്ച് കർത്താവ് സഹായിച്ചു ഇത്രത്തോളം നിലനിർത്തേനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നത്. ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനും ഇത് ഒന്നായി വന്നു തിരമാലകള് പോലെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും കർത്താവ് അതെല്ലാം നിലനിർത്തി. അങ്ങനെ ഇരിക്കെ 2010 എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. വനവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയെ വിളിച്ച യഹോവനെ വിടിവിച്ച ഇന്നത്തെ കാലം ദൈവദാസനോട് ഒരുമിച്ച് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറയാൻ തക്കാണ് സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അനേകങ്ങളിൽ ദൈവത്തെ സാക്ഷീകരിക്കാൻ അനേകരോട് എന്റെ കർത്താവിനെ വിടുവിച്ച സാക്ഷികളെ പറയാൻ തക്കാണ് സ്വർഗത്തിലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് 2010 ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ട് ആദ്യം എനിക്ക് അല്പമായി എന്തോ ഒരു വയറിനകത്തൊരു അസ്വസ്ഥത പോലെ ഉണ്ടായി. അപ്പൊ ഞാൻ ഓർത്ത് ചൂടിൻ്റെതായിരുന്നു, ഓർത്ത് പലവിധമായ ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി. അവിടെ എല്ലാം പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ഒരു ദിവസം കൂടും, ഒരു ദിവസം കൂടി, മറ്റൊരു ദിവസം കൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ നേരം അങ്കമാലിയിൽ ഒപ്റ്റോമെട്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോനാണെങ്കിൽ ബികോം കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റായിട്ട് പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ അസുഖം വന്നപ്പോൾ. അപ്പോൾ മോളുടെ പഠിത്തം കഴിഞ്ഞാൽ ലീവിന് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടി മുണ്ടക്കയം മെഡിക്കൽ ടെസ്റ്റ് എന്ന ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് പറയുകയും ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന്, രക്തത്തിൽ അതായത് മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർ നിശ്ചയിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് നടത്തണമെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി, നമുക്കറിയാം ഇത്ര ഭയങ്കര റിസ്ക് ആണ്, ഡോക്ടേഴ്സിനൊന്നും കാണാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയായിരിക്കുന്ന ഞങ്ങൾ നേരെ ജൂൺ മാസത്തിൽ ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ കുറെ 5-8 പേരുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് കടന്നുപോയി. എന്നാലും ഡോക്ടറെ കാണുവാനോ ഒന്നിനും സാധിച്ചില്ല. വൈകിട്ട് 6 മണി, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, വൈകിട്ട് 6 മണിയായപ്പോൾ ഡോക്ടർ ഗംഗാധരൻ, അവിടുത്തെ ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ആയിരിക്കുന്ന ഡോക്ടർ ഗംഗാധരനെ കാണുവാനോ ഡോക്ടർ അന്നേരം പറഞ്ഞു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അന്നേരം പിന്നെ വീണ്ടും പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തെല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോയാൽ പോലും മെഡിക്കൽ കോളേജിൽ ഡോക്ടർ നോക്കത്തില്ലാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ അന്നേരം സമയം ഇങ്ങനെ പോയിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്നൊന്ന് സ്കാൻ ചെയ്യാനോ റിസൾട്ട് കിട്ടാനോ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടാനോ ഒന്നും സാധ്യമല്ല. അത് കാരണം ഞങ്ങൾ നേരെ DSPയുടെ ലെറ്ററുമായിട്ട് ഞങ്ങൾ നേരെ തിരുവനന്തപുരം RCCയിലോട്ട് പോയി. അപ്പൊ ഞങ്ങൾ ലെറ്ററുമായി കടന്നു പോയിക്കൊള്ളുമ്പോൾ അവിടെ ചെന്ന് അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ഡോക്ടർ ചന്ദ്രമോഹൻ ദാസ് എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓൺകോളജിസ്റ്റ് മെയിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങുവാനും സ്കാൻ ചെയ്യാനും ബ്ലഡിന്റെ റിസൾട്ട് അങ്ങനെ പലവിധമായ ചെക്കപ്പുകൾ ചെയ്യുവാനും ഡോക്ടർ പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ അവിടെ റൂം എടുത്ത് താമസിച്ച് അങ്ങനെയെല്ലാം ചെക്കപ്പുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കാനിങ് ബ്ലഡിന്റെ റിസൾട്ട് അങ്ങനെ പലവിധമായ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത്. RCCയിൽ പോയ മനസ്സ് തകരാത്തവരുടെ പോലും ഒരവസ്ഥയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ പോയാലും ഇങ്ങനെ രോഗം വന്ന് നിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടായി ഒരു 15 ഞങ്ങൾ എന്നെ കണ്ണുകൊണ്ട് കണ്ട അവസ്ഥയാണ്. 15 ദിവസമായ കുഞ്ഞ്
അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിന്റെ തലയാണെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്യാൻസർ. ജനിച്ച് 15 ദിവസമായുള്ളൂ ആ കുഞ്ഞിന്റെ തല ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായ പ്രയാസം തോന്നി. അവിടെയുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് മനസ്സലിവില്ലാത്തവർക്ക് ഒരു മനസ്സലിവുണ്ടാവുക. അവിടെ ചെന്ന് കാണുന്ന ഏത് ഹൃദയകാഠിന്യമുള്ളവർക്കും ഹൃദയം ഒന്ന് അലിയുന്ന അവസ്ഥ ആണ്. അങ്ങനെ അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഡോക്ടർ അന്ന് കുറെ ദിവസം അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു അവിടെ ഞങ്ങൾ 2010 ജൂൺ 22-ാം തീയതിയാണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടു പോകുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയങ്ങളിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ സമയങ്ങളിലാണ് എൻ്റെ മോള് BC ഒപ്റ്റോമെട്രി കഴിഞ്ഞ ബഹറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നു. എൻ്റെ സഹോദരിയുടെ മകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുഖാന്തരം അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മോൾ ഇങ്ങനെ ബഹറിനോട്ട് പോവുകയാണ്, സർജറി പിന്നെ ചെയ്യാം, ഒരു 5-6 ദിവസം കഴിഞ്ഞ് മോളൊന്ന് പോയിട്ട് 9-ാം തീയതി ജൂലൈ 9-ാം തീയതി പോകണം, ഇത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ശരി ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേന്ന് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. റേഡിയേഷൻ ആദ്യമേന്ന് സർജറിക്ക് മുമ്പായിട്ട് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ശരീരത്തിൽ 28 റേഡിയേഷൻ ചെയ്തതാണ്, 11 ഹീമോ ചെയ്തതാണ്. അത് ഞാൻ പിന്നാലെ സാക്ഷികൾ പറയാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്നേരം മോളെ 9-ാം തീയതി അങ്ങോട്ട് വന്ന് സ്വയം ഞങ്ങൾ RCCയിൽ നിന്ന് വണ്ടിയായിട്ട് വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് പയ്യനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് തന്നെ വന്ന്. ആ സമയങ്ങളിലെല്ലാം റേഡിയേഷൻ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ മുറിയെടുത്ത് താമസിച്ച് രാവിലെ ഹോസ്പിറ്റലിൽ പോയി റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കത്തില്ല, അതിന് പാർശ്വഫലങ്ങളൊന്നും ഇല്ല. നമ്മളെ കരണ്ട് നമ്മുടെ ദേഹത്തേക്ക് അടുപ്പിച്ച് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അപ്പൊ 28 റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം, തിങ്കൾ ടു വെള്ളി വരെയാണ് റേഡിയേഷൻ. ശനി ഞായറുന്ന റേഡിയേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ റേഡിയേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ കർത്താവ് എന്താകുന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കർത്താവിനെ വിടുവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ദൈവസേനയിൽ ആശ്രയിച്ചു. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയുണ്ടായത്. അപ്പോൾ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഇതെന്നെ വിടുവിച്ച ദേശത്ത് കർത്താവിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായി തീർന്നു. ഞാൻ ഈ രോഗമുഖാന്തരിച്ച ദൈവനാമം ദൂഷിക്കപ്പെടുക കർത്താവ്. ഞാൻ ദേവസ്ഥനിൽ RCCയിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ തീരുമാനം ആരും അറിയുന്നില്ല. ഞാൻ ഈ ക്യാൻസർ എന്ന രോഗം മൂലം മരിച്ചാൽ ദൈവനാമം ദുഷിക്കപ്പെടാനിടയായിട്ടില്ല. അപ്പൊ ദൈവം എന്നെ ഉയർത്തണം. അനേകരോട് എൻ്റെ കർത്താവിനെ വിടുവിച്ച വിധങ്ങളെ എനിക്ക് സാക്ഷ്യം പറയണം. ഞാൻ ദിവസത്തിൽ ഒരു തീരുമാനം എടുക്കാനിടയായി തീർന്നു. അതിനുശേഷം റേഡിയേഷനൊക്കെ കഴിഞ്ഞ് 28 റേഡിയേഷനും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞങ്ങൾ മോള് പോയി 1 മാസം കഴിഞ്ഞതിനോട് ജൂലൈയിൽ മോള് പോയി. ഓഗസ്റ്റ് മാസം 13-ാം തീയതി മോന് ഒമാനിലോട്ട് പോകാനായിട്ട് ഒരു ചാൻസ് വന്നു. ആ സമയം ഞാൻ ഹോസ്പിറ്റലിലാണ്, മോന് ഒമാനിലോട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത ദൈവമേ, 2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിദേശത്തേക്ക് പോകാനുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് പോകാൻ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമായ കാരണം താല്പര്യമില്ലാത്ത കാരണം എന്തെങ്കിലും എല്ലാവരും കുഞ്ഞുങ്ങൾ പൊക്കോളം പറഞ്ഞ് കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തി, എല്ലാവരും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തി വിട്ടു. അപ്പൊ മോന് അങ്ങനെ ഓഗസ്റ്റ് മാസം 13-ാം തീയതി മസ്കറ്റിന്റെ പ്രദേശത്ത് വന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വന്ന് മോനെ യാത്രയാക്കി എയർപോർട്ടിലോട്ട് വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം വെള്ളി ശനി ഞായറാഴ്ച രാത്രി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി. റേഡിയേഷൻ ഇങ്ങനെ നടന്നു. റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് ഫിനിഷായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർമാരുടെ നിർദ്ദേശമല്ലോ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി 2010 ഒക്ടോബർ 18-ാം തീയതി എന്നെ സർജറി ഡോക്ടറിൽ നിന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഇതിങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം വന്ന് നിന്ന് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പേടിയുണ്ട്. എങ്കിലും കർത്താവിൽ ഞാൻ വിശ്വസിച്ചു. അപ്പൊ എനിക്ക്
പലവിധമായ ട്യൂബുകൾ, റൈസ് ട്യൂബ്, കാത്തീറ്റർ, അങ്ങനത്തെ പലവിധമായ ട്യൂബുകൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന്, റൈസ് ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോഴും ഓർക്കണം, കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായി നിലവിളിച്ച്, കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായി നിലവിളിച്ച്. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു പേടിയുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല, എന്റെ കർത്താവിനെ വിടുവിക്കുമെന്ന് ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു. അപ്പൊ അന്നേരം അവിടെ നിന്ന് ഡോക്ടേഴ്സ്, അപ്പൊ എന്നെ അവിടെ നിന്ന് ഡോക്ടേഴ്സ് എല്ലാം തമ്മിൽ ഭയങ്കര ധൈര്യമാണല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കർത്താവ്, അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ കർത്താവിനെ വിടുവിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു വിടുവിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിടുവിക്കും എന്ന് പറഞ്ഞു. എന്നത്തേനും എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചക്ഷൻ തന്ന് എന്റെ ബോധം പറഞ്ഞു പോയി. അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ആയിട്ടായപ്പോഴത്തേനും റൂമിൽ കൊണ്ടുവന്ന് ഒരു 10 ദിവസം വരെ എനിക്ക് ഒരു IV ഫ്ലൂയിഡ് ഇല്ലാണ്ട് ഒരു എന്താ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കാണ്ട് തന്നില്ല, കഴിക്കാണ്ട് ഇങ്ങനെ IV ഫ്ലൂയിഡ് മാത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ, IV ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്, അതെല്ലാം തന്ന് ഇങ്ങനെ 10 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് 10 ദിവസം കിടപ്പായിട്ട് ഇങ്ങനെ കിടന്ന്. അപ്പൊ എഴുന്നേക്കത്തില്ല. ഒരു ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്നും റൂമിനകത്ത് കയറ്റത്തില്ല. RCC എന്ന് പറഞ്ഞാൽ ബൈസ്റ്റാൻഡേഴ്സിന് റൂമിനകത്ത് കയറ്റത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അവിടുത്തെ നഴ്സുമാരോട് പറഞ്ഞ് പോയി കുളിച്ച് ഡ്രസ്സ് മാറി പല്ലൊക്കെ തേച്ച് കിടക്കുന്ന റൂമിൽ നിന്ന് ശകലം അങ്ങോട്ട് പോകണം ബാത്റൂമിലോട്ടൊക്കെ. അപ്പൊ അവിടെ എല്ലാം പോയി എല്ലാം ചെയ്തിട്ട് എനിക്ക് എഴുന്നേൽക്കത്തില്ല. എനിക്ക് എഴുന്നേറ്റ് കഴിയുമ്പോൾ തല കറക്കുന്ന അങ്ങനെ അന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കത്തില്ല, എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ. അപ്പൊ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞ് എന്നെ കയ്യെ പിടിച്ച് ബാത്റൂമിന്റെ അവിടെ കൊണ്ടു നിർത്തിട്ട് അവരുടെ വഴിക്ക് പോയി. അപ്പൊ ഞാൻ വല്ലതൊക്കെ തേച്ച് അങ്ങനെ എല്ലാം വന്ന് തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന് കിടന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെ അവർക്ക് ഇതൊരു നമുക്ക് നമ്മുടെ ജീവനല്ലേ, അവർക്ക് ഇതൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായ വേദനയൊക്കെ അനുഭവപ്പെടുമ്പോ എനിക്ക് വേദന അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ആ സാരമില്ല, അതൊക്കെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ അവിടുത്തെ നഴ്സുമാരൊക്കെ പറയും. നമുക്കൊന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ പരസഹായമില്ലാതെ ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെരിഞ്ഞു കിടക്കണമെന്ന് പറയാം. ഇതാരുമില്ല. അപ്പൊ ഇങ്ങനെ നഴ്സുമാരൊന്നും ഒരു ഹെൽപ്പും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്നൊക്കെ വന്നത്, എങ്ങനെയാണോ ഡോക്ടർ ഒരു പേഷ്യൻസിനോട് ഇടപെടുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഇടപെടുന്നത് എന്നൊക്കെ ഞാനെന്നങ്ങ് പറഞ്ഞു. അപ്പൊ എന്റെ വേദന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാ. അപ്പൊ ഇങ്ങനെയൊന്നും ഞങ്ങൾ പേഷ്യൻസിനോട് എന്നെ ഇടപെട്ടിട്ടില്ല. ഞങ്ങള് പേഷ്യൻസ് എന്നാ പറഞ്ഞാലും അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്തോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് വേദന അങ്ങനെയാന്നൊക്കെ പറയുമ്പോ അവര് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഹൗസ് സർജനുകൾക്കായി ഡോക്ടേഴ്സിന് പഠിക്കുന്ന ഡോക്ടേഴ്സ് ഇങ്ങനെ എല്ലാ പേഷ്യൻസിന്റെ അടുത്ത് വന്ന് ഓരോ പേഷ്യൻസിന്റെ അടുത്ത് വന്ന് എന്തുണ്ട് വിശേഷം, എങ്ങനെയുണ്ട്, എന്നാ അസുഖം, എന്നാ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവര് ഇങ്ങനെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ അങ്ങ് വരും. അപ്പൊ അവര് വരുമ്പോഴത്തേനും നമ്മൾ പറയുവാണെങ്കിൽ അവര് നമ്മളെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും. ചായ പിടിച്ചെന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തുവോ, എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു കിടത്തണം എന്ന് പറഞ്ഞാൽ ചിരിച്ചു കിടത്തുവോ, അല്ല അങ്ങനെയൊക്കെ അവരൊക്കെ ഡോക്ടേഴ്സ് എന്നൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവർക്ക് പിന്നെ നമ്മൾ ടാക്സും പറഞ്ഞ് വിട്ട് അവരങ്ങനെയോ പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10 ദിവസം ഇങ്ങനെ കിടപ്പ്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ എൻ്റെ കർത്താവേ പറഞ്ഞ് ഞാൻ ദൈവസേനയിൽ പല കിടന്ന് കിടപ്പല്ല. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ വിടുവിക്കണം, ഞാൻ സൗഖ്യമാക്കണം എന്ന് പറയാം. ദൈവത്തിന് യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ച് അതിന് ശേഷമായിട്ട് ഞാൻ 10 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ 10 ദിവസം സർജറി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അപ്പോയിന്റ്മെന്റ് ഇവിടുന്ന് തിരുവനന്തപുരം പോലെ പോകണമെന്ന് പറഞ്ഞ അടുത്ത അപ്പോയിന്റ്മെന്റ് കിട്ടും. സർജറിയുടെ സ്റ്റിച്ച് എടുക്കാൻ പിന്നെ അടുത്ത ഫോളോപ്പിനൊക്കെ ആയിട്ട് തിരുവനന്തപുരം ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ 15 ദിവസം കഴിഞ്ഞ് ചെന്ന് അത് സ്റ്റിച്ചെല്ലാം എടുത്ത് തിരിച്ച് ഡോക്ടർ പറഞ്ഞു ഓക്കോ. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തെ 15 ദിവസം കൂടുമ്പോ അപ്പോയിന്റ്മെന്റ് പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങനെ ചെന്ന്
അതിനിടയ്ക്കായിട്ട് ഇങ്ങനെ CT സ്കാന്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ എല്ലാ റിസൾട്ടും ഉണ്ട്. CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മള് വെള്ളം, മരുന്ന് കലക്കി വെള്ളം തന്നു കഴിഞ്ഞിട്ട് അത് കുടിക്കണം. നമ്മൾ ബ്ലാഡർ ഫുള്ളാവുന്നേരം മരുന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഒന്നും യൂറിൻ പാസ് ചെയ്യാനൊന്നും പറ്റില്ല. ബ്ലാഡർ ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവരൊരു ഒരു ലിറ്റർ വെള്ളം മരുന്ന് കഴിക്കാം. മരുന്നൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനോ എന്തോ ഒക്കെ വരുന്ന. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ ബ്ലാഡർ ഫുള്ളായി കഴിയുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അവർ ചോദിക്കും മുറുംബാസ എന്ന് പറയാം. അപ്പോൾ അന്നേരം അവര് സ്കാനിങ് മെഷീനിലോട്ട് കയറും. സ്കാനിങ് മെഷീനിലോട്ട് കയറിയവർക്ക് അതിൻ്റെതായ വിഷമം അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫ്ലൂയിഡ് IV ഇട്ട് ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ദൈവമേ എന്ന് പറഞ്ഞ നേരെ കരഞ്ഞു പോയി. ആ മെഷീനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേ ഇങ്ങനെ കരഞ്ഞു പോകും. അത് കഴിഞ്ഞ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം വന്ന് ഡോക്ടറെ കണ്ട് പിന്നെ അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ആ റിപ്പോർട്ടെല്ലാം ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വിട്ടു. പിന്നെ ഡോക്ടർ 15 ദിവസം കഴിയുമ്പോഴത്തേനും പിന്നെ അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് വേറെ ആരെങ്കിലും കൂടി ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാസം, അന്നേരത്തേനും ഒരു 1.5 വർഷം ഇങ്ങനെ അങ്ങ് റേഡിയേഷന്, സർജറി അല്ലാതായിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് ഡോക്ടർ 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞ് ഹീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ഹീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടത്, ഹീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും വല്ലാത്ത അസ്വസ്ഥതയാണ്. ഹീമോ എടുത്ത് കഴിയുമ്പോഴത്തേനും മുടിയെല്ലാം പൊഴിഞ്ഞാൽ എല്ലാം വിരൂപമായി ഇങ്ങനെ ഇരിക്കുന്നവരെല്ലാം നമ്മൾ കണ്ടത്. അപ്പൊ ആദ്യത്തെ ഹീമോയിൽ തന്നെ എല്ലാവരും ലേഡീസിന്റെ ആണെങ്കിൽ എല്ലാവരുടെയും മുടിയെല്ലാം പോയി, മുഖമെല്ലാം കറുത്ത്, എല്ലാം നഖത്തിന്റെ അവിടെ വരെ എല്ലാം കറുപ്പ്, എല്ലാം ഇങ്ങനെ അങ്ങ് കറുപ്പ് വരാം. മരുന്നെല്ലാം കയറി കഴിഞ്ഞത് ഇങ്ങനെ. അപ്പൊ ഞാൻ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഹീമോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണ്ടേ, കർത്താവേ ഹീമോ എടുത്ത് കഴിയുമ്പോൾ എന്റെ മുടി ഒന്നും പോകരുത്, എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു പോകണം, ആരാധനയ്ക്ക് കടന്നു പോകണം, എന്റെ മുടിയൊന്നും പോകരുത് കർത്താവ്, ഇതൊരു സാക്ഷിയായി പറയുവാൻ കർത്താവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവകൃപയാൽ 11 ഹീമോ എടുത്തിട്ട് എന്റെ ഒരു മുടി പോലും പോകാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. അത് ഭയങ്കരമായ മരുന്നുകളാണ് എന്റെ ശരീരത്തിൽ കിടന്നത്. ഒരു മുടി പോലും പോകാൻ കർത്താവിനെ സഹായിക്കാതെ എന്റെ മുടി എല്ലാം അതുപോലെ ഇരുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവിനെ വിളിച്ചാന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഹീമോ എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഴുന്നേൽക്കത്തില്ല. ഹീമോ കഴിഞ്ഞ അതിൻ്റെതായ ക്ഷീണമുണ്ട്. പിന്നെ 3 ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റിന് 150 രൂപയാണ്. അങ്ങനത്തെ 2 ടാബ്ലറ്റ് രാവിലെ കഴിക്കണം, വൈകിട്ട് ഒരെണ്ണം കഴിക്കണം. ആ ടാബ്ലറ്റും ഹീമോയുടെ എഫക്റ്റും എല്ലാം കൂടെ നമുക്ക് എഴുന്നേൽക്കാനോ ഒന്നിനും ഒരു വയ്യ. ഒരു ഭക്ഷണം കഴിക്കാനോ, ഛർദിയാണ് ഛർദി, എന്തുവാ ഒരു ഭക്ഷണത്തിന് മണം കേൾക്കാനോ ഒന്നിനും ഒരു ഇതിലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല. അത് കഴിഞ്ഞ് അങ്ങനെ 10 ദിവസം വരെ ആ മരുന്ന് ഗുളിക കഴിക്കണം. ഗുളികയുടെ ഈ മരുന്നിന്റെ എല്ലാ എഫക്റ്റൊക്കെ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങനെ തീരും. അതിനുശേഷം നമ്മൾ സാത്വിക ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അടുത്ത ഹീമോ, ഒരു ഹീമോ കഴിഞ്ഞ് 21ാമത്തെ ദിവസമാണ് അടുത്ത ഹീമോ അവർ ഡേറ്റ് തരുന്നത്. അങ്ങനെ അടുത്ത ഹീമോ 21ാമത്തെ ദിവസം. അപ്പൊ 10 ദിവസം നമ്മൾ ഈ മരുന്നെല്ലാം കഴിച്ച് ക്ഷീണമായിട്ട് കിടന്നു. പിന്നെ 11 ദിവസമേ ഉള്ളൂ. ആ 11 ദിവസം കൂടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഹീമോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഹീമോയ്ക്കായിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകും. തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ നമ്മള് ടയേർഡായി. ഇവിടുന്ന് രാത്രി 10 മണിക്ക് ദിവസം ഞങ്ങൾ പോയി അവിടെ വെളുപ്പിന് 5 മണിയാവും അവിടെ ചെല്ലുമ്പോഴത്തെ. അവിടെ ചെന്ന് ഫ്രഷായി ഡോക്ടർ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഫാസ്റ്റിങ്ങിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കൗണ്ട് ഒന്നും ഇല്ല. ഇത് യാത്രയുടെ ക്ഷീണവും ഫുഡ് കഴിക്കാത്ത ക്ഷീണവും നമുക്കൊരു ടെൻഷനും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് കൗണ്ട് ഇല്ല. കൗണ്ട് 3500, 3500 മുകളിലോട്ട് വേണം, എന്നാലേ നമുക്ക് ഹീമോ എടുക്കാൻ പറ്റില്ല. 3000 വരെ വന്നാലും അവർ ഹീമോ എടുക്കത്തില്ല, നമ്മളെ തിരിച്ചു വിടും. അങ്ങനെ ഇരിക്കാൻ ആദ്യത്തെ പ്രാവശ്യം ഹീമോ എടുത്ത്, 2ാമത്തെ പ്രാവശ്യം നമ്മളിങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഹീമോ എടുക്കത്തില്ല. അപ്പൊ ഞങ്ങൾ വിളിച്ചവരെ അതപ്പോഴും ഡോക്ടർ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അത്ര ട്രാവലൊക്കെ ചെന്ന് അവിടെ തൊട്ട് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ്
കൊടുത്ത് അവിടെ ബ്ലഡ് കൊടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ രാവിലെ 6 മണിക്ക് ഞങ്ങൾ അവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ രാത്രി രാവിലെ ഉച്ചയ്ക്ക് ഒരു 10-11 മണിയായ റിസൾട്ട് കാണുമ്പോഴത്തേനും അതുവരെ ഫാസ്റ്റിങ്ങിനാണ്. അന്നേരം ഡോക്ടറെ കണ്ടതിന് കൗണ്ട് ഇല്ല, തിരിച്ചു വീട്ടിൽ പോകാൻ പറയും. അങ്ങനെ ഞങ്ങൾ 6-7 പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. 7 പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും 3 ഹീമോയാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. അപ്പൊ അല്ലാത്ത ദിവസങ്ങളിൽ കൗണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഡോക്ടറെ തിരിച്ചു വിടുകയാണ്. കൗണ്ടില്ല, പോയിട്ട് വാ പോയിട്ട് വാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിച്ച് കൗണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പോൾ ഈ ട്രാവലായിരുന്നു നമുക്ക് ടെൻഷനും എല്ലാം. അങ്ങനെ ദൈവമേ കർത്താവെന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും പല ഡോക്ടേഴ്സിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്താ പറ്റും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നതാ, രാത്രി ട്രാവൽ ചെയ്ത് വരുന്നത്, അതിന്റെ ക്ഷീണമുണ്ട്, പിന്നെ ഇവിടെ വരുമ്പോൾ ടെൻഷന്, ഫാസ്റ്റിങ്ങില് ബ്ലഡ് കൊടുത്ത് ഇങ്ങനെ ആകുമ്പോഴത്തേനും കൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി 6-7 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേനും 3 ഹീമോ മാത്രം നടന്നു. ബാക്കിത്തെ 8 ഹീമോ പിന്നെ കിടക്കുവാണ്. അപ്പൊ ഇങ്ങനെ അവസാനം വന്നപ്പോ ഞങ്ങളൊരു ലേഡി ഡോക്ടറെ കൺസൾട്ടിങ് കിട്ടി. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു എന്താ ഇങ്ങനെ നിങ്ങൾ 6-7 പ്രാവശ്യം അപ്പൊ പേപ്പറിലെല്ലാം കാർഡുണ്ട്. അപ്പൊ 6-7 പ്രാവശ്യം വന്നിട്ട് 3 ഹീമാണെല്ലാം നടന്നാൽ എന്തോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന നമ്മൾ താഴ്ന്നു വന്നു. ഡോക്ടറെ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നതാണ്, രാത്രി ട്രാവൽ ചെയ്ത് വരുന്നത്, രാവിലെ ഞങ്ങൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് കൊടുത്ത് അതിന്റെ എല്ലാ ടെൻഷനും കൂടി ആയപ്പോഴത്തേനും കൗണ്ട് കുറഞ്ഞു പോയി ഡോക്ടറെ, എന്താ സാരമില്ല എന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു സാരമില്ല, നിങ്ങൾ ഇടുക്കിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഞാൻ നിങ്ങൾക്ക് ലെറ്റർ തന്നൂടെ, അവിടെ നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഡോക്ടറെ താങ്ക്സ് എന്നും പറഞ്ഞു. താങ്ക്സ്. അപ്പൊ അവിടുത്തെ ഡോക്ടർ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് നമുക്കൊരു ലെറ്റർ തന്നു വിട്ട്, അവിടുത്തെ പേഷ്യന്റ് ആണ്, കീമോതെറാപ്പി എടുത്തോളൂ, ട്രാവലുകാരന് ഇങ്ങനെ കൗണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് എഴുത്തൊക്കെ തന്ന് അങ്ങോട്ട് ലെറ്ററൊക്കെ തന്ന് വിട്ട് അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഡോക്ടർ ഒത്തിരി ഞങ്ങള് അങ്ങനെ ഫയർ ചെയ്തു, എന്തുവാ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിലായിട്ടാണോ നിങ്ങൾ അങ്ങോട്ട് പോയത്, അതോ പേഷ്യൻസ് ഇങ്ങനെ എല്ലാവരുമായിട്ട് നിൽക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലിലായിട്ടാണ് നിങ്ങൾ തിരുവനന്തപുരം പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ DSPയുടെ ലെറ്ററും പ്രകാരം അങ്ങോട്ട് പോയതാണ് ഡോക്ടറെ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ എനിക്ക് മക്കളുണ്ട്, എന്നെ പ്രിയ മക്കളുണ്ട്, പേഷ്യൻസിന്റെ കാര്യം അങ്ങനെ ഇങ്ങനെ പറയുന്നത്, എനിക്ക് മക്കളുടെ പ്രിയ മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഡോക്ടറെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയതാണ് ഡോക്ടർ എന്നും പറഞ്ഞെന്താ പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ എന്ന് പറഞ്ഞ ഡോക്ടർ കൺസൾട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡോക്ടറെ വീട്ടിൽ പോയി കാണാൻ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. ആദ്യം പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി കണ്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ്. വെളുപ്പിന് 6 മണിക്കൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നത്. ഡോക്ടറും എന്താ ഒരു പിന്നീട് ഞങ്ങൾ അറിയുന്ന ആ ഡോക്ടറും കുടുംബവും ഒരു വിശ്വാസി ഡോക്ടറാണ്. പിന്നീട് കുറെ നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഡോക്ടറൊക്കെ വിശ്വാസിയാണ്. അപ്പൊ ഞങ്ങൾ വെളുപ്പിന് അവിടെ നിന്ന് പോയി ഡോക്ടർ 6 മണിക്കൊക്കെ അപ്പോയിന്റ്മെന്റ്, വെളുപ്പിന് 6 മണിക്ക്. അപ്പൊ ഞങ്ങൾ വണ്ടിക്ക് പോകുന്നെങ്കിൽ 2-3 മണിക്കൂർ ട്രാവലുണ്ട്, ബസ്സിന് പോയി എത്തത്തില്ല. അപ്പൊ വണ്ടിക്ക് പോയി ഇവിടുന്ന് 3 മണി, വെളുപ്പിന് 3 മണി 4 മണിക്കൊക്കെ പോയ ഡോക്ടർ അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും അന്നേരത്തേനും അവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് ഡോക്ടറെ കാണാൻ ഇങ്ങനെ കൺസൾട്ടിങ്ങിന് വേണ്ടി ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും ഡോക്ടർ ആദ്യമേ പിന്നെ അടുത്ത CT സ്കാന് അവിടെ ചെന്ന് കഴിഞ്ഞ ഡോക്ടർ അടുത്ത CT സ്കാന് ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്തുന്നാൽ ഇതാണ് നമുക്ക് ചെയ്യുന്നത്. അത് അവിടെ CT സ്കാൻ ചെയ്തിട്ട് വാ, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ എല്ലാം ഇത് ചെയ്തിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഡോക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ യൂണിറ്റ് സ്കാൻ എന്നും പറഞ്ഞൊരു സ്കാൻ സെന്റർ ഉണ്ട്. അവിടെ ചെയ്താൽ മാത്രം അത് ഡോക്ടർ അംഗീകരിക്കത്തുള്ളൂ. വേറെ നമ്മൾ എവിടെ ചെയ്തിട്ട് വന്നാലും ഡോക്ടർ അത് അംഗീകരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ അവിടെ സ്കാനിങ് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി ഒരു വൈകിട്ടാകുമ്പോൾ നമ്മുടെ സ്കാനിങ് ഒക്കെ ഒന്ന് അവിടെ എല്ലായിടത്തും ഇങ്ങനെ
ക്യാൻസർ അല്ലേ. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ തിരക്കായ കാരണം ഇങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ അന്ന് ഡോക്ടറെ അന്ന് കാണാൻ പറ്റത്തില്ലായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന ചില സമയങ്ങളിൽ പിറ്റേ ദിവസം പോയി ഡോക്ടറെ കണ്ട് സ്കാനിങ് റിപ്പോർട്ടും ബ്ലഡിന്റെ റിസൾട്ട് എല്ലാം കണ്ട് ഡോക്ടറെ കണ്ട് പിന്നെ ഡോക്ടർ പറയും പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങൾ തിരിച്ചു വാ എന്നും പറഞ്ഞു. 15 ദിവസം ആണെങ്കിൽ കൂടി അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 15 ദിവസം കഴിഞ്ഞ അപ്പോയിന്റ്മെന്റ് പിന്നെ തന്ന ഡോക്ടർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടർ അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ഹീമോ കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നു. ഇവിടെ ബ്ലഡ് നമ്മൾ ഇവിടെ നോക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് മതി. അവിടെ ചെന്ന് ബ്ലഡിന്റെ കൗണ്ട് നോക്കി റിസൾട്ട് വേണ്ട. ഇവിടുത്തെ നമ്മുടെ റിസൾട്ട് എന്തോടാ ആ റിസൾട്ട് തലേദിവസം നോക്കുന്ന റിസൾട്ടും മതി. അത് ഞങ്ങൾക്കൊരു ഭാഗ്യം വരും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രാവൽ 3 മണിക്കൂർ ട്രാവലുള്ളൂ. അപ്പൊ വലിയ ടെൻഷനില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ആ ദിവസങ്ങളിൽ പോയ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ ഹീമോ എടുത്ത് തിരിച്ചു വരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അവിടെ ചെന്ന ബ്ലഡ് ഒന്നും നോക്കണ്ട, അവിടുത്തെ റിസൾട്ട് വേണ്ട, ഈ റിസൾട്ടും കൊണ്ട് ചെന്ന് ഹീമോ എടുത്തിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഹീമോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ഹീമോ കഴിഞ്ഞ് 22 ദിവസം കഴിയുമ്പോൾ അടുത്ത ഹീമോ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നേരത്തേനും ഞങ്ങൾ RCCയിലായിരുന്ന സമയത്തൊക്കെ ഇവിടെ എല്ലാം തീർന്ന എന്നുള്ള ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞു ഈ സർജറി കഴിഞ്ഞ് തീർന്നുള്ളവരിതെല്ലാം പറഞ്ഞു. പിന്നീട് എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഒത്തിരി കൂടുതലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ സഹായിച്ച് അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് കൊണ്ടുവന്നെന്ന് പറയരുത്. അത് കഴിഞ്ഞിട്ട് ഹീമോ എല്ലാം കഴിഞ്ഞ് ഓരോ ഹീമോ ഇങ്ങനെ കഴിഞ്ഞ ഓരോ ദിവസം അത് കഴിഞ്ഞ് ഇങ്ങനെ ഹീമോ കഴിഞ്ഞാലും അപ്പോയിന്റ്മെന്റ് ഫോളോ അപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഹീമോ കഴിഞ്ഞാൽ അടുത്ത 15 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം. അങ്ങനെ ഒരു മാസം ഉണ്ടെങ്കിൽ 2, 3 പ്രാവശ്യം കൂടെ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് അതിങ്ങനെ ഹീമോ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ കർത്താവ് ഒരു ദിവസം ഇങ്ങനെ ഹീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശകലമൊക്കെ ബെറ്ററായി. ഇങ്ങനെ ഭക്ഷണമൊക്കെ ഹീമോ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ശകലമൊക്കെ ബെറ്ററായി. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ എൻ്റെ ആ ഹീമോ എടുക്കുന്ന സമയങ്ങളിലൊക്കെ 30-35 കിലോ ഒക്കെ ആയി. എൻ്റെ വെയിറ്റ് അങ്ങ് കുറഞ്ഞു പോയി. ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞ് 35 കിലോ അത്രയൊക്കെ 30-35 കിലോ ഒക്കെ വെയിറ്റ് ആയിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായി. എന്ന് വെച്ച് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ വിടിയിക്കണം. അപ്പോൾ പലരും എന്നെ കാണാൻ വന്നവരൊക്കെ പറഞ്ഞു എന്താന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പലരും പറയും സാരമില്ല, പറ്റുന്നവരോടെല്ലാം പറയും ദൈവം വിടുവിക്കും. മറ്റേ വിശ്വാസികളായ മക്കളോട് പറയുമ്പോൾ ദൈവം വിടുവിക്കാൻ ഇതിനു മുമ്പായിട്ട് അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഞങ്ങളറിയാവുന്നവരോടെല്ലാം വിളിച്ചു പറഞ്ഞു നമുക്ക് ഈ രോഗമാണെന്നുള്ള വിളിച്ചു പറഞ്ഞ് അനേക ദൈവമക്കളും ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ പിന്നില്ല. ലോകവൈദ്യന്മാർക്ക് ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പൂർണ്ണമായി ആശ്രയിച്ച് 99% എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്ന കർത്താവിലാണ്. രോഗന്മാർക്ക് പിന്നെ ഈ രോഗമല്ല നമ്മളെ ഡോക്ടർമാരെ ആശ്രയിക്കണമെന്നുള്ള ആശ്രയിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയിരുന്നു. അപ്പൊ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ വിടുവിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമുള്ള അനേകരോട് ഞാൻ സാക്ഷ്യം പറയാൻ പറഞ്ഞ് കർത്താവിന്റെ ദിവസം സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഹീമോ എല്ലാം കഴിഞ്ഞ് ബെറ്ററായി കഴിഞ്ഞ് ഞാൻ ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേച്ചി മുടിയൊക്കെ പോയി. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവിന് എൻ്റെ ഒരു മുടി പോലും പോകാതെ കർത്താവ് ഇത്രത്തോളം പരിപാലിച്ചെന്നും പറഞ്ഞത് അവരോട് പറയാനിടയായി തീർന്നു. അതൊരു അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം അത്ഭുതം ചെയ്തു, ദൈവം എൻ്റെ മുടി പോകാതെ കാത്തു പരിപാലിച്ചെന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഈ ഹീമോ എടുത്തവരുടെ മുടി എല്ലാം അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പൊ അവരെല്ലാം ചോദിക്കുക എന്താ ആന്റിയുടെ മാത്രം മുടി പോയില്ല, അല്ലെ അമ്മയുടെ മാത്രം മുടി പോയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ മുടി പോകാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചെന്ന് ഇങ്ങനെ പറയാനിടയായി തീർന്നു. അത് അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സമാധാനിപ്പിച്ചു. അത് അത്ഭുതമാണെന്ന് ഞാനും പറയുകയും ചെയ്ത. അങ്ങനെ ഇരിക്കെ ഇത് അതിനിടയായിട്ട് 2013 ഞങ്ങളുടെ
കുഞ്ഞുങ്ങളുടെ വിവാഹ കുഞ്ഞുങ്ങൾ പോയ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വന്ന് അവരുടെ വിവാഹമൊക്കെ ഒന്ന് വിവാഹം പ്രായമായപ്പോൾ വിവാഹമൊക്കെ ഒന്ന് ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതാവായിരിക്കാൻ കർത്താവിനെ സഹായിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിച്ച് എനിക്ക് കാണണം. അതിനും പാടില്ല, ദൈവം എടുക്കരുത് എന്ന് ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ദൈവന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കണ്ണുനീര് കണ്ട് ദൈവനെ വിടുവിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം വിവാഹം കണ്ട് സന്തോഷിക്കാനും സ്വർഗത്തിലെ ദൈവസഹായം. 2013 മോളുടെയും വിവാഹം ഒരുമിച്ച് അതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുവാനും ദൈവം സഹായിച്ചു. അത്രത്തോളം ദൈവം നടത്തി. പോയി ലീവിന് വന്നു കഴിഞ്ഞ് വിവാഹം നടക്കാൻ സ്വർഗത്തിലെ സഹായിച്ചു. അത് കഴിഞ്ഞ് അവര് അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയും. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ അതിനിടകൊണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഫോളോ അപ്പ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ 15 ദിവസം കൂടുമ്പോഴും ഡോക്ടറെ കാണാനോ സ്കാനിങ്ങിന് എല്ലാത്തിനും ഇങ്ങനെ പോകണു. ഇത് ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 വർഷം വരെ ഇങ്ങനെ ഫോളോ അപ്പ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു 5-6 വർഷമെങ്കിലും ഡോക്ടറുടെ ഫോളോ അപ്പ് വേണമായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ഒക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഇങ്ങനെ വിടുവിച്ചു. അപ്പൊ ഡോക്ടറും പറഞ്ഞു, എന്തോ ഇതൊക്കെ മുടിയൊന്നും പോയില്ല എന്നൊക്കെ ഡോക്ടർ. ഞാൻ ഇല്ല ഡോക്ടറെ, മുടിയൊന്നും പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴത്തേനും ഡോക്ടർ നമ്മളൊരു എന്തോ ഒരു പുച്ഛമായ പറഞ്ഞു, എന്താ ഡോക്ടർ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ വന്ന കാരണം ഡോക്ടറെ കൊണ്ടുവരുവിച്ചു. അപ്പൊ പിന്നെ ഞങ്ങള് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ അവരുടെ പേരൻസ് ആയിരിക്കുക നമ്മൾ ബെല്ലടിക്കുമ്പോഴൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ അവരുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ അന്നേരം ഈ അവരുടെ പേരൻസ് മാതാപിതാക്കന്മാരൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടർ ഒരു വിശ്വാസിയാണെന്നുള്ള വിവരം അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെ ഒരു വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുവാനും ഒക്കെ ചെയ്ത്. അപ്പൊ അവരും പറഞ്ഞു, ഞങ്ങളൊരു വിശ്വാസി. ഡോക്ടറും അതിന്റെ ഭാര്യയും ഇങ്ങനെ അവിടുത്തെ ഓങ്കോളജിസ്റ്റായിട്ട് വായിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മാരേജ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ സന്തോഷമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോയി. ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിലെ ഭവനമായിട്ട് ഇങ്ങനെയൊക്കെ കയറി നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇരിക്കാം. 2016 മോളൊക്കെ വിവാഹം കഴിഞ്ഞ് കുളിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. മോന് 3 മാസത്തിന്റെ പ്രദേശത്ത് കടന്നുപോയി. മോന്റെ ഭാര്യ അവിടെ നാട്ടിലായിട്ടിരിക്കുന്ന, മോൾ അന്നേരം ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് വിവാഹത്തോടൊപ്പം തന്നെ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്ന് മോളും വിദേശത്തേക്ക് പോകാനുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പല സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതൊക്കെ ഇങ്ങനെ പലയിടത്തും വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ മോള് കൺസീവ് ആയ. അപ്പൊ എന്നോട് പറഞ്ഞ് കുവൈറ്റ് മോളുടെ ഡെലിവറി ബന്ധത്തിൽ 2016 അവിടെ പോകണമെന്ന ചെല്ലാൻ പറഞ്ഞ് പാസ്പോർട്ടെല്ലാം എടുത്ത്. അപ്പൊ ദൈവം എനിക്ക് കുറേയൊക്കെ സൗഖ്യം തന്ന് ആരോഗ്യം തന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കോട്ടയംപടിക്ക് കോളേജിൽ പോയി ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് അവിടുന്ന് ഡോക്ടർ പെർമിഷൻ എല്ലാം എനിക്ക് എയർപോർട്ടിൽ കാണിക്കാനുള്ളു. അപ്പൊ അതെല്ലാം മേടിച്ച് അങ്ങനെ ഞങ്ങള് മോളുടെ അടുത്തേക്ക് പോയിരുന്നു. അപ്പൊ മോളുടെ അടുത്തേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മളിവിടെ ഫാസ്റ്റേഴ്സിന്റെ നമ്മുടെ ഭവനത്തിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി. അനേക ദേവദാസന്മാരെല്ലാം കടന്നു വന്ന് അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടത്തി തന്നെ യാത്രയാക്കി വിട്ടു. ആ സമയങ്ങളിൽ മോന്റെ ഭാര്യയാണെങ്കിൽ വിദേശത്ത് കടന്നു പോകാൻ, ഓസ്ട്രേലിയയുടെ പ്രദേശത്തേക്ക് കടന്നു പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹത്തോടെയൊക്കെ ആയിരിക്കുക. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഒന്നും ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. അങ്ങനെ പോകണമെന്നൊക്കെ ഉള്ള ചിന്തയിലൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലും വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ ഡോക്ടർ ഫ്രാൻസിസ് KV ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു,
ആന്റി കുവൈറ്റിൽ മാത്രമല്ല ഓസ്ട്രേലിയയുടെ പ്രദേശത്തും പോകുന്നു എന്നോട് പറഞ്ഞു. ഞാനോട് ദൈവം എന്തായി ദേവദാസിനെ പറയുന്നത്, എനിക്ക് അവിടെ ആരായിരിക്കുന്നത്? ഞാൻ അന്നേരം കർത്താവിനോട് ചോദിച്ചു, "ദൈവമേ, എനിക്ക് ആരാ അവിടെ ഇരിക്കുന്നത്? ആരും എൻ്റെ അവിടെ ആരുമില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? മോളാണ് കുവൈറ്റിലെ പ്രദേശമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ ഇങ്ങനെ ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് പോകും. എനിക്ക് ആരും അവിടെ ആരും ഇല്ലല്ലോ, പിന്നെ ഞാൻ ഇങ്ങനെ പോകും എന്നൊക്കെ ഓർത്ത് ഞാനത് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞ. ഇല്ല ഇല്ല എന്നൊക്കെ അവളടുത്ത് പോയി ഒന്നും ഇല്ലെന്നൊക്കെ വാസ്റ്റ് എന്താ പറഞ്ഞാന്ന് ഓർത്ത് ഞാൻ അങ്ങനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഞാനും ഓസ്ട്രേലിയ കുവൈറ്റിന്റെ പ്രദേശത്തോട്ട് പോയി. 2016 ജൂലൈ മാസം 2-ാം തീയതി കുവൈറ്റിന്റെ പ്രദേശത്ത് അവിടെ ചെന്ന് അവിടെ സഭയിൽ പോയി ദൈവം എന്നെ വിടുവിച്ചു. ഞങ്ങൾ ആ സഭയിലും അവിടെയുള്ള ദൈവമക്കളോടൊക്കെ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ചർച്ചിൽ ആരാധിക്കൊക്കെ പോകുമ്പോൾ സാക്ഷ്യം പറയാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ദൈവം അത്ഭുതകരമായി വിടുവിച്ച അവിടെ ദേവദാസനും ഒരു ദൈവമക്കളൊക്കെ പറയാനിടയായിത്തീർന്നു. കർത്താവിനെ അത്ഭുതമായി വിടുവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം ഞാൻ 2 മാസം കുവൈറ്റിന്റെ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ആ സമയങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ എൻ്റെ ഭാര്യ ഓസ്ട്രേലിയക്ക് പോകുന്ന ഒരു പേപ്പർ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 2016 ഞാൻ പോയി ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും മോന്റെ ഭാര്യയ്ക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ചാൻസ് കർത്താവ് ഉണ്ടാക്കി. ഓസ്ട്രേലിയ സിഡ്നിയുടെ പ്രദേശത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ടായി. അവിടെ ഇങ്ങനെ മോള് കടന്നുപോയി. അപ്പൊ ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്താണ്. ഇവിടുന്ന് ഹസ്ബൻഡും എല്ലാവരും കൂടി മോളെ ഓസ്ട്രേലിയയുടെ പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് മോളൊക്കെ പോയി. മോനന്നേരം ഹോസ്റ്റലിന്റെ പ്രദേശത്താണ്. മരുമോള് അങ്ങോട്ട് സിഡ്നിയുടെ പ്രദേശത്തായിട്ട് കടന്നു പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് മോള് തിരിച്ചു വന്നു. മരുമോള് തിരിച്ചു വന്ന് മോന് അവിടുന്ന് മസ്കറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് ഒരു കുടുംബമായിട്ട് ഓസ്ട്രേലിയയുടെ പ്രദേശത്തോട്ട് പോയി. ഇങ്ങനെ ഇരിക്കുക കോവിഡ് സമയമൊക്കെ വന്ന്. കോവിഡിന് 1 വർഷം മുമ്പായിട്ട് 2018 മരുമകള് ഇങ്ങനെ കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേനും മോടെ മമ്മി അങ്ങോട്ട് പോയി. ഡെലിവറിയുടെ ബന്ധത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2018 മോനൊരു കുഞ്ഞുണ്ടായി. 2019 ആദ്യം മെയ് മാസം 2-ാം തീയതി പിന്നെ ഞാൻ വീണ്ടും ഓസ്ട്രേലിയയുടെ പ്രദേശത്തേക്ക്. ദൈവത്തിന്റെ നിവൃത്തി. ദൈവം വാക്ക് പറഞ്ഞ് മാറാത്ത ദൈവമല്ലേ. ദൈവം വാക്ക് പറഞ്ഞ്. അപ്പൊ ആദ്യമേ ഞാൻ ചിന്തിച്ചു, ദൈവം എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. 2019 ആദ്യ മാസം എനിക്ക് ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് പോകാൻ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ മമ്മി പോയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ ആവശ്യത്തിന് എന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ 2019 ആദ്യ മാസങ്ങളിൽ എനിക്ക് പോകാൻ കർത്താവിനെ സഹായിച്ചു. അവിടെയും പോയി അനേക സ്ഥലങ്ങൾ. അവിടെ ഒത്തിരി മലയാളി ചർച്ചുകളുണ്ട്. അവിടെ എല്ലാം സിഡ്നിയുടെ പ്രദേശത്ത്, കൊളംബോങ്ങിന്റെ പ്രദേശത്ത് മറ്റേ അനേക സഭകളിൽ പോയി കർത്താവ് ഉപയോഗിച്ച വിധങ്ങളെ പറയാൻ, അനേക ദൈവമക്കളോട് പറയാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ചർച്ചിലെ ഓരോ വിശ്വാസികളുടെ മാതാവിനൊക്കെ അങ്ങനെ അസുഖം വരുമ്പോൾ ഞാൻ പറയും, സാരമില്ല, എന്നെ വിടുവിച്ച ദൈവം അവരെയും വിടുവിക്കും, മാതാവിനെ വിടുവിക്കും. ഞാൻ അവരോട് പറഞ്ഞ് അവരെ ബലപ്പെടുത്തി. അപ്പൊ അവരെന്നോട് പറയും, അവര് പത്തനാപുരത്ത് എന്നുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ മോളും മരുമകനുമാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അവരെന്നോട് പറയും, ആന്റി, എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ എന്നെ വിടുവിച്ച ദൈവമാണെങ്കിൽ. അപ്പൊ ആ സഭയുടെ പേര് ജിനുവിന്റെ മമ്മിയെ ദൈവം വിടുവിക്കാൻ ശക്തനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ എന്താ വിഷമം വരുത്തേനും അവരെന്നോട് പറയാം, ആന്റി, എൻ്റെ മമ്മിക്ക് അങ്ങനെ എങ്ങനെ അസുഖമില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് 3-4 വർഷം ഞങ്ങൾ അങ്ങനെ. എനിക്ക് ഓസ്ട്രേലിയയുടെ പ്രദേശം ആ സമയങ്ങൾ കോവിഡ് ആയാലും തിരിച്ച് ഇങ്ങോട്ട് വരാനോ ഫ്ലൈറ്റൊന്നും ഇല്ലാത്ത കാരണം അവിടെ താമസിക്കേണ്ടി വന്നു. വിസ 1 വർഷത്തേനുള്ളതെന്ന്. അപ്പൊ അവര് തന്നെ, ഗവൺമെന്റ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വിസ 3 വർഷത്തേനുള്ള വിസ എനിക്ക് കിട്ടി. അങ്ങനെ ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് 3 വർഷം ഇരിക്കാനും അവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗം എന്നെ സഹായിച്ചു. ഒരു കുടുംബമൊക്കെ ദൈവസേന, ഒരു ഹിന്ദു കുടുംബമാണ്.
അപ്പൊ ആ ഹിന്ദു കുടുംബം അവര് എറണാകുളത്തെ കണ്ട് അവരുടെ വീട് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് ഞങ്ങളുടെ മോന്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന അപ്പൊ അവർക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ആ കുഞ്ഞിന് ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവം വിടുവിക്കും, ദൈവം വിടുവിക്കും, നിങ്ങൾ ദൈവസേനയിൽ കടന്നു പോകും. ഞാൻ അവരോട് പറഞ്ഞു ദൈവസേനയിൽ കടന്നു പോകും, ദൈവത്താൽ ഒരു കാര്യമില്ല, ഡോക്ടർമാർക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവര് അവിടുത്തെ മെയിൻ ഡോക്ടറെയൊക്കെ കാണിച്ചു, സിഡ്നിയിലുള്ള മെയിൻ ഡോക്ടറെ കാണിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർമാർക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റും, എന്നാൽ അതിനുപരിയായി ഒരു വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ ആ ദൈവസേനയിലേക്കൊന്ന് കടന്നു പോ, ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് ഞങ്ങൾ പോയി ഞാനും എൻ്റെ മോനും മോളൊക്കെ അങ്ങനെ പോയി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച. അപ്പൊ ആ കുഞ്ഞിനെ കണ്ട് അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ മൂത്ത കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ട് വിടും. എൻ്റെ അടുത്ത് അവര് ഹിന്ദുവാണെന്ന് ഓർക്കണം. മൂത്ത കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് അവര് കുഞ്ഞിനെ കൊണ്ട് പല സ്ഥലങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാത്ത കാരണം കുഞ്ഞല്ലേ കുഞ്ഞിനെ കൊണ്ട് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കൊണ്ടുപോയി നടക്കുമ്പോഴൊക്കെ മൂത്ത കുഞ്ഞിനെയൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവർക്ക് കുഞ്ഞിന് ഇച്ചിരി കുറവായി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെ അവരെ ഡോക്ടർമാരൊന്നും അല്ല വിളിച്ച് എനിക്കറിയാം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. അവര് എന്തോ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ലേലും ഞങ്ങൾ സമയം ദിവസം പറഞ്ഞ അവിടുത്തെ ദൈവദാസനും ദൈവമക്കളും കൈകോർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് പൂർണ്ണമായ ഒരു വിടുതൽ കൊടുത്തു, പൂർണ്ണമായി വിടുവിച്ച് ആ കുഞ്ഞിനെ വിടുവിച്ച്. അവര് പറയും ഡോക്ടർമാരാ വിടുവിച്ചതെന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ ആ കുഞ്ഞിനെ വിടുവിച്ചാണ്. കുഞ്ഞ് ഹിന്ദു അങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞങ്ങളോട് അവിടെ ഞായറാഴ്ചയാണ് രാത്രിയിൽ ആരാധന നടത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ചർച്ചിലോട്ട് വാ, ഞാൻ വിളിച്ചു. രേഷ്മ എന്നാണ് അവരുടെ വീട്. അപ്പൊ ഞാൻ പറഞ്ഞു രേഷ്മ ഒരു ദിവസം ചർച്ചിലോട്ട് വാ എന്നും പറഞ്ഞു. ആന്റി വിളിച്ചല്ലേ, ആന്റിയൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചല്ലേ എന്ന് പറഞ്ഞു. അവര് കുടുംബമായിട്ട് അവർ 2 കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡും പുള്ളിക്കാരിയായിട്ട് ചർച്ചിൽ വന്ന് സാക്ഷ്യം പറയുകയൊക്കെ ചെയ്ത്. ഈ ആന്റി ഞങ്ങളെ ഒത്തിരി പേര് അവരെന്നോട് പറഞ്ഞു, ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല, അവരെന്നോട് പറഞ്ഞു അവര് ദിവസേനയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഈ ആന്റിയാണ് ഞങ്ങൾ ഇത്രത്തോളം ബലപ്പെടുത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി ആന്റി പ്രാർത്ഥിക്കുക, ആന്റിയും കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച. അതുമാത്രം ഞങ്ങൾ ഇന്ന് ദൈവസേനയിൽ വന്ന് ദൈവസേനയിൽ സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ വിടുവിച്ചതാണ്, നിങ്ങൾ ദൈവസേനയിൽ കടന്നു വരും. അവര് ഭയങ്കര ഹിന്ദു, അവർക്ക് സമ്മതമാണ്. അവരുടെ നാട്ടിലുള്ള മാതാപിതാക്കന്മാര് ദൈവത്തെ സേവിക്കാത്തവരിങ്ങനെ ഹിന്ദു ബാങ്കിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അവരുടെ മാതാപിതാക്കന്മാര് അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. അവർക്ക് ദൈവസേനയിൽ കടന്നു വന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാർ അവരെ വിടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കന്മാർ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ച ദൈവമല്ലേ, ആ ഇതിനു വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ അവരുടെ മാതാപിതാക്കന്മാർ ആ സമയങ്ങളിൽ അവരുടെ മാതാപിതാക്കന്മാർ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ചർച്ചയിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കുഞ്ഞിനെ വിടുതൽ ദൈവം തന്നല്ല, ഇത്രയും വിടുവിച്ചല്ല, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ 3 വർഷക്കാലം ഇങ്ങനെ അവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം എന്നെ സഹായിച്ച് ഇന്നും രാവും പകല് അവിടെയുള്ള ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെയുള്ള അവിടെയുള്ള ദൈവമക്കളുടെ മാതാപിതാക്കന്മാർക്ക് ഈ രോഗം വരുമ്പോഴൊക്കെ ഞാൻ സാരമില്ല, ഞാൻ പറയുന്നത് സാരമില്ല, ദൈവം എന്നെ വിടുവിച്ച് എന്നെ ഒരു അല്പ സാക്ഷിയാക്കി തീർത്തിരിക്കുക. എന്നെ വിടുവിച്ച ആ ദൈവമക്കളെ നിങ്ങളുടെ മാതാവ് പത്തനാപുരത്തായിരിക്കും, ആ മാതാവിനെ ദൈവം വിളിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷം ആ മാതാവിനെ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞതൊക്കെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന ഫലമായി 4 വർഷക്കാലം ആ മാതാവ് പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് ചെയ്ത് 4 വർഷക്കാലം ആ മാതാവ് ജീവിച്ചു. നാലാമത്തെ വർഷം മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട. അതായിരിക്കും ദൈവഹിതമല്ലേ നടക്കത്ത്, ദൈവഹിത അതായിരിക്കും. അന്നേരം അവര് നാട്ടിൽ വന്ന് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് അവര് തിരിച്ചു പോയി. ഞങ്ങൾ പത്തനാപുരത്തായ കാരണം ഞങ്ങൾ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ വിളിച്ച് ആശ്വാസവാക്കുകളൊക്കെ പറയുകയും ചെയ്തത്. അപ്പൊ അവരെ പിന്നീട് എന്നോട് വിളിച്ച് പറയാ,
ആന്റി എത്ര ദൈവം നടത്തിയല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ദൈവം. ഞാൻ പറഞ്ഞു ദൈവം എന്നെ അറിയിച്ച അല്ലാണ്ട് ഡോക്ടർമാരല്ലേ. അന്ന് ഇന്ന് എനിക്ക് ആശ്രയിപ്പാണല്ലോ. ഞാൻ ദൈവത്തെ പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് ആശ്രയിപ്പാണല്ലോ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ പണ്ട് കാലത്ത് ഞാൻ ഓർത്ത ദൈവമേ, ഈ ദൈവത്തെ വേണ്ട. ഞാൻ എന്താ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന കാലങ്ങളിൽ ദൈവത്തെ അറിഞ്ഞില്ല. അത് എൻ്റെ ഒരു എന്താ അറിവില്ലായ്മയായിരുന്നു. അപ്പൊ ദൈവത്തെ അറിഞ്ഞ മുതൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഈ ദേശത്തായാലും അനേക രോഗികൾ, ഈ ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രോഗമാണെങ്കിൽ നമ്മൾ ശകലം മരുന്ന് കഴിച്ചാൽ അതങ്ങോട്ട് മാറിപ്പോവും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയും പോവും, നമ്മുടെ പൈസയും പോവും, അവസാനം ആളും പോകുന്ന അവസ്ഥയായി. അതുപോലെ പല ഇത് നമുക്ക് നമ്മുടെ പരിചയക്കാര്, നമ്മുടെ അയലക്കംകാര് തന്നെ ഇങ്ങനെ പലരും ഇങ്ങനെ പോയി നമുക്ക് അനുഭവമുണ്ട്. ദൈവം അതിന്റെ നടുവിലെല്ലാം ദൈവം എന്നെ ഇത്ര നടത്തിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പൊ ഈ ദേശത്തൊക്കെ ആയാലും അനേക ക്യാൻസർ രോഗികളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ദൈവസന്നിധിയാകുമ്പോൾ ദൈവത്തോട് കർത്താവ് എന്നെ വിടുവിച്ച ദൈവം അവരോട് മനസ്സിൽ അവര് ലോകന്മാരെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും കർത്താവ് അവരെ പൂർണ്ണമായി അവരെ വിടുവിച്ച് അവർ ഈ ദേശത്ത് കർത്താവിന്റെ സന്നിധി സാക്ഷ്യം നേരണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാനല്ല എൻ്റെ കഴിവുകൾ ഒന്നും കഴിയില്ല. ഇത്ര മാത്രം ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടേതായ ട്രീറ്റ്മെന്റ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എന്നാലും നമ്മൾ ആശ്രയിപ്പാണെങ്കിൽ ആ കർത്താവിലാണ്. നീ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയാൻ തക്കാണ്. കർത്താവ് സകല ഭക്തന്മാരുമായുള്ളൊരു വന്നു കേൾപ്പിന് യഹോവയുടെ പ്രാണന് വേണ്ടി ഞാൻ വിവരിക്കാന്ന്. അപ്പൊ സകല ഭക്തന്മാരോട് നമ്മൾ പറയണം, കർത്താവിന്റെ പ്രാണന് വേണ്ടി ചെയ്തത് നമ്മൾ അടങ്ങിയിരിക്കണം. അനേകരോട് മറ്റുള്ളവരോട് എനിക്ക് ഞാൻ ഇവിടെ ആയാലും പല ചർച്ചകളിൽ പോയി കർത്താവ് വിധിച്ച വിവരങ്ങളെ ഞാൻ പല സഭകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കർത്താവിനെ വിടുവിച്ചത് അനേകരോട് എൻ്റെ കർത്താവ് ഈ സാക്ഷിയൊക്കെ പറയാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ മറ്റുള്ളവർക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ കർത്താവിന്റെ സനയിൽ മറ്റുള്ള ഈ ക്യാൻസർ രോഗി എന്ന് പറഞ്ഞ് എനിക്കൊരു നമ്മൾ ഈ വേദനയുള്ള ഭാരങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ച ആളുകൾ. അപ്പൊ അവരും അനുഭവിക്കുമ്പോ കർത്താവെ ദൈവമേ അവരെ ദൈവം വിടുവിക്കണം. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ദേശങ്ങളിലായാലും ഞങ്ങളുടെ പ്രദേശങ്ങളിലായാലും ഒത്തിരി ഇങ്ങനെ ഞങ്ങൾ അറിയപ്പെടുന്ന അനേക രോഗികളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി രാവും പകലും അവരുടെ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞാൻ പറയുന്നു, ദൈവമേ അവർ ലോകന്മാരിൽ ആശ്രയിച്ചിട്ട് എങ്കിലും കർത്താവ് അവരെ ദൈവസ്ഥലിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു പൂർണ്ണമായിട്ട് വിടുതൽ സാധിക്കും. എന്നെ വിടുവിക്കുന്ന ദൈവം അവരെയും വിടുവിക്കാൻ കഴിയുകയില്ലേ? കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ ഞാനും അനേകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും, അനേക രോഗികളോട് നിന്റെ സാക്ഷ്യം പറയണമെന്നൊക്കെ ആത്മാവ് എന്നോട് പറയുകയും ഞാൻ അനേകരോട് കർത്താവ് എന്നെ വിളിച്ച വിധങ്ങളെ ദൈവത്തിന് പറയുവാൻ അനേകരോട് പറയുകയാണ്. മറ്റുള്ളവർ എനിക്ക് ആരെ കണ്ടാലും ഞാൻ ആദ്യം വിശേഷങ്ങൾ ചോദിക്കുക. അപ്പൊ വിശ്വാസിയാണെന്നെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ തന്നെ ഞാൻ പറയും, എനിക്കെന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ പറയും ആദ്യമേ എന്റെ സാക്ഷികൾ പറയും, എനിക്ക് ഇന്ന രോഗമായിരുന്നു, ഇന്ന രോഗത്തിൽ നിന്ന് ദൈവം ലഭിച്ചതാ. അപ്പം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിനില്ലാത്തൊരു കാര്യം നിങ്ങൾ ലോകത്തിന്മാരിൽ ആശ്രയിക്കുന്നതിന് മനുഷ്യരുടെ സാധ്യത ദൈവത്തെ അസാധ്യമെന്ന് ദൈവവചനം പറയുന്നത്. മനുഷ്യനെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഡോക്ടർമാരെ അവർക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ. അപ്പൊ അതിനുപരിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഓരോരുത്തരെ വിടുവിച്ചു പഠിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യണം.
അങ്ങനെ ഇരിക്കുന്ന അനേകരോട് ഇങ്ങനെ പറയാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഞാൻ 3 വർഷക്കാലം പോയിട്ട് ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് പോയി കടന്നു വന്ന് തിരിച്ചു വന്ന് 2023 തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ ഞങ്ങൾ സെറ്റിലാകുകയും അതിനുശേഷം കുഞ്ഞുങ്ങൾ കടന്നു വരുവാൻ സ്വർഗത്തിലെ സഹായിച്ചു. അപ്പ എന്നോട് പലരും ഇങ്ങനെ ചോദിക്കും, ആൻറ്റി ഇത്രത്തോളം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ ഒരു കൃപ മാത്രം. ഇപ്പോൾ ഒരു 6-7 വർഷമായി ഞാൻ യാതൊരു ഫോളോ അപ്പ് ഡോക്ടറെ കാണാനോ ഈ ഒരു അസുഖത്തിന് വേണ്ടി ഡോക്ടറെ കാണാനോ ഒരു ഫോളോ അപ്പിനോ ഒന്നും പോകുന്നില്ല. അപ്പൊ എല്ലാവരും നീച്ചുണ്ടോ ആൻറ്റി ഇപ്പൊ ഫോളോ അപ്പിന് ഡോക്ടറെ കാണാം. ഞാൻ പറഞ്ഞു എന്റെ കർത്താവിനെ വിടുവിച്ച പിന്നെ ഞാൻ എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നു? ദൈവം എന്നെ ശ്രമിക്കുന്നതെന്ന് പിന്നെ ഞാൻ എന്തിനാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? എനിക്ക് എൻ്റെ ദൈവമുണ്ട്, ദൈവം എന്നെ വിടുവിച്ചു. അപ്പൊ പിന്നെ എനിക്ക് പലപ്പോഴും ശാരീരികമായ വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കർത്താവിനോട് ഞാൻ പറയും, ദൈവമേ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ മാരമായ രോഗത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ്, എന്നെ ഈ രോഗത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് എനിക്ക് സൗഖ്യം തരണേ എന്ന് വെച്ച് എന്നെ എവിടെയാണോ രോഗം ആ ഭാഗത്ത് കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. നിമിഷങ്ങൾക്ക് ദൈവം എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് കഴിഞ്ഞ നാളിൽ മാരകമായ രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അപ്പൊ ഇതെന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എന്തുകൊണ്ടല്ല ശരീരമായ എന്തെങ്കിലും പ്രയാസം ഒന്നുമില്ല. ആ ദൈവം എന്നെ വിടുവിച്ചില്ലേ, അപ്പൊ ഈ വിടുവിക്കാൻ ശക്തനല്ലേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും. അപ്പൊ ദൈവം നേരം ചില വാദനങ്ങൾ തരുകയും നീ എന്നെ സൗഖ്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കും ദൈവം എന്ന് പറയാനൊക്കെ അങ്ങനത്തെ ചില വാദനങ്ങൾ തരുകയൊക്കെ ചെയ്യുകയും. അപ്പൊ ദൈവത്തെ വിശ്വസിച്ച് കർത്താവേ, ഞാൻ ദൈവത്തോട് കർത്താവേ നീ എന്നെ വിടുവിച്ച സ്തോത്രം, നീ എന്നെ വിടുവിച്ച സ്തോത്രം എന്ന് പറയാൻ കാണാൻ എന്നെ സഹായിക്കുകയാണ്. അപ്പൊ എന്റെ കുടുംബത്തില് അവരെല്ലാം എപ്പോഴും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അവരുടെ ഇടയിൽ ഞാനൊരു അയാൾക്ക് സാക്ഷിയായി തീർന്നിരിക്കുകയാണ്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, അവര് എന്നോട് ചോദിച്ചു, ഈ രോഗം വന്ന് എങ്ങനെ ദൈവം വിടുവിക്കും? ഞാൻ പറഞ്ഞു എന്റെ കർത്താവാണ് എന്നെ വിടുവിച്ചത്, അല്ലാണ്ട് ലോകത്തിന്മാരല്ല. അപ്പൊ എന്റെ സഹോദരങ്ങളുടെ കുടുംബത്തിലൊക്കെ അനേകര് ഈ രോഗം വന്ന് ലോകത്തിൽ നിന്നൊക്കെ മാറ്റപ്പെട്ടു. അപ്പൊ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല, അവര് ഈ ദൈവത്തെ വിശ്വസിക്കത്തില്ല. അവരും ലോകത്തിന്മാരെല്ലാം ഞാൻ ലോകത്തിന്മാരെല്ലാം ആശ്രയിച്ചില്ലെന്നല്ല, ആശ്രയിച്ചു. പക്ഷെ എനിക്ക് പൂർണ്ണമായി ആശ്രയിപ്പാണ് കർത്താവ് മാത്രമായിരുന്നു. അപ്പൊ അവര് ലോകത്തിന്മാർ മാത്രം ആശ്രയിച്ചെന്ന് എനിക്ക് പറയാം. അപ്പൊ അവര് ദൈവത്തിൽ ആശ്രയിച്ചില്ല. അപ്പൊ ഇപ്പോഴും എന്നോട് പറയും, അവര് എന്റെ സഹോദര കുടുംബങ്ങളൊക്കെ നീ ഒരു അത്ഭുത സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷിയാണ്. അനേകരോട് ക്യാൻസർ രോഗം വന്ന അവര് പറയും അവര് മരിച്ചുപോയി, ഇവര് മരിച്ചുപോയി. ദൈവം എന്നെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് ദേശത്തെ നിർത്തിയിരിക്കുകയാണ്. അനേകരോട് ഇതിനെപ്പറ്റി പറയാം. എനിക്ക് അനേകരോട് ഈ അത്ഭുത സാക്ഷ്യം പറയാൻ ദേശത്തെ നിർത്തിയിരിക്കുകയാണ് ഞാൻ അവരോട് പറയാനിടയാത്തത്. എന്നാൽ അവരെയും ദിവസങ്ങൾ ഞാൻ പറയും, നിങ്ങളും ദിവസങ്ങളിലേക്ക് അടുത്തുക, ദൈവം നിങ്ങളെ അവര് പാരമ്പര്യത്തെ വിട്ട് ദിവസങ്ങളിലേക്ക് അടുത്തു വരാൻ അവര് നിന്ന് കടന്നു വരാൻ അവര് തയ്യാറാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ സമയമാകുമ്പോൾ കർത്താവ് വിളിച്ച് വേർതിച്ച് എന്നെ അന്നേരം ഞാൻ ഇതുപോലെ പിടിച്ചു നിന്നതാണ്. ദിവസം കടന്നു വരത്തില്ലെന്നും പറഞ്ഞ് പിടിച്ചു നിന്നതാണ്. എനിക്ക് ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാണ്. ദൈവത്തിന് സമയമാകുമ്പോൾ എന്നെ വിളിച്ചു. അപ്പൊ നിങ്ങളെ ദൈവത്തിന് സമയമാകുമ്പോൾ ദിവസങ്ങളിൽ വട്ടി വരുത്തുമെന്ന് ഞാൻ അവരോട് പറയാനായി തീർന്നു. അവര് പറയും, ഞങ്ങൾ ഇതൊന്നും വിട്ട് ഞങ്ങളെയൊക്കെ കത്തോലിക്ക ബാങ്കിലോട്ട് ഞങ്ങൾ ദിവസങ്ങളിൽ കടന്നു വരുത്തും. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞങ്ങളും അവർക്ക് വേണ്ടി രഹസ്യമായി എന്ത് വന്നാലും
അവരുടെ ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ നമ്മളെ വിളിക്കും. എന്താ മരണോ വല്ല കല്യാണം ഉണ്ടെങ്കിൽ പോകും, അല്ലാണ്ട് ഒരു ഫങ്ഷൻസിന് ഞങ്ങൾ പോകത്തുമില്ല. മരണം വന്നാൽ പോകും, കല്യാണം വന്നു, അല്ലാണ്ട് വേറെ ഒരു എന്താ പരിപാടി വന്നാലും ഞങ്ങൾ പോകത്തില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാത്തത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതിലെല്ലാം വിട്ട മാമോദീസ അങ്ങനത്തെയൊക്കെ വിളി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു മാമോദീസ ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, എന്താണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കർത്താവ് ഒരിക്കലായിട്ട് മരിച്ചു, ഒരിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റ്, ഒരിക്കലായി എപ്പോഴും ജീവിക്കുന്നു. നിങ്ങളുടെ ദൈവം ആണ്ടിലാണ്ട് മരിക്കുന്നു, ജീവിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ഞങ്ങളുടെ ദൈവം ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കർത്താവ് ഒരിക്കലായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് കളിക്കുന്നത്, അല്ലാണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞങ്ങൾ വിളിക്കുന്നു. ഇപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ ചെല്ലത്തിൽ നിന്നാണ് വരും. അവർ വിളിക്കത്തുമില്ല, നമുക്ക് ഒരു ഇതുമില്ല, അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർ പറയും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തം. ഞാൻ പറയും ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ ജാതികളുമായ മറ്റുള്ളവരോട് ഇണലാപ്പണ കൂടത്തിൽ. അപ്പൊ ഞങ്ങൾക്കൊരു ഒരു ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നത്, അല്ലാണ്ട് ആണ്ടിലാണ്ട് പിറക്കുകയും ആണ്ടിലാണ്ട് ഉയർക്കുകയും ചെയ്യുന്ന ദൈവം എന്ന് പറയുകയാണ് ദൈവത്തിന്. അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളോടൊരു എന്താ ഒരു വൈരാഗ്യ ബുദ്ധി പോലെ, എങ്ങനെയാണോ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ എന്നൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവ് വിടുവിച്ച വിധങ്ങളൊക്കെ. അപ്പൊ ദൈവം പലരും എന്നോട് ഇങ്ങനെ പറയും, നീ നിന്നെ ഇത്രമാത്രം വിടുവിച്ച പല വിഷയങ്ങൾ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും, സഹോദരങ്ങളൊക്കെ വിളിച്ച് പറയും, ഡേ നിന്നെ ദൈവം വിടുവിച്ചില്ല, ഞങ്ങളൊക്കെ പാവിയാ. അപ്പൊ എന്റെ സഹോദരിയൊക്കെ എന്നോട് വിളിച്ച് പറയും, ഞങ്ങളൊക്കെ പാവിയാ, നീ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എന്നോട് പഠിച്ചു പറയും, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അവരിങ്ങനെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് നിൽക്കുകയാണെന്നാ പറഞ്ഞു വരുന്നത്. ദൈവം എന്നെ എത്രയും നടത്തി, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഞാൻ വർണ്ണിക്കുന്നത്, അല്ലാണ്ട് എൻ്റെ ദൈവനാമം. അപ്പൊ എന്തോന്നാലും ഞാൻ പറയും, കർത്താവ് ദൈവനാമത്തിന് വേണ്ടി മാത്രമാണ്. അതിനിടയിൽ അനേക ദാസന്മാരെ ദൈവമക്കളൊക്കെ ഞങ്ങൾ ചാങ്ങൽ കൊടുത്ത് സഹായിക്കാൻ കർത്താവ് സഹായിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് ദൈവം തന്ന കൃപയാണ്. ദൈവത്തോളം നടത്തി എന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നും ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്തതാ അല്ലാട്ടോ നമുക്കൊന്നും. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയും, ഞങ്ങൾക്ക് ഒന്നുമില്ല, എല്ലാം ഉണ്ടെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ ദൈവം കർത്താവ് തന്നതാ. കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ പലരും നിന്നിച്ചു, അവിടെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ദൈവത്തെയാണ് നോക്കി പോകുന്നത്, അല്ലെ മറ്റുള്ളവരെയല്ലേ നോക്കി പോകുന്നതൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സഹോദര ഭവനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രം അങ്ങനെ ദൈവം ഇത്രത്തോളം മാനിച്ച് ദൈവം നിർത്തിയത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അപ്പൊ അവർക്ക് ഞങ്ങളോട് ഇങ്ങനെ പല വിധമായ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. എന്നൊക്കെ പറയും, സാരമില്ല എന്നൊക്കെ പറയും. അപ്പൊ ഒന്ന് സാരമില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ അടിയിരിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ പറയും, നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞാൽ ഒരു പറയാനുണ്ട്, ഹല്ലേലൂയുണ്ട്, സ്വോത്രമുണ്ട്. ഞാൻ പറയും ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്വോത്രം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല പറയാൻ. അപ്പൊ ഞാൻ പറയും, കർത്താവേ ഹല്ലേലൂയ സ്വോത്രത്തെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അവർ നിന്ദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അല്ല, ദൈവം തമ്പുരാൻ അല്ലേ, ദൈവം തമ്പുരാൻ മാത്രം നിന്ദിക്കും, ഞങ്ങളെ അല്ല. അപ്പൊ അവർ പറയും എപ്പോഴും നിങ്ങളൊരു ഹല്ലേലൂയ സ്വോത്രവും ഹല്ലേലൂയ സ്വോത്രവും പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ പറയും, കർത്താവേ ഞങ്ങളെ അല്ല നിന്ദിക്കുന്നത്, ദൈവത്തെയാണ് അവര് ഹല്ലേലൂയ സ്വോത്രവും ഞങ്ങൾ പറയും. ദൈവം നമ്പരായ ദൈവമേ, അവരെ സമയം കർത്താവ് ഈ ഹല്ലേലൂയ സ്വോത്രവും പറയാം. ദൈവത്തിന് സമയം ദൈവം വിളിച്ച് വേർതിരിക്കണം. ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പരിഹാസങ്ങൾ കേൾക്കുമ്പോ ഒക്കെ ദൈവമേ ഞങ്ങളെ നിന്നിച്ചേർക്കാൻ പറ്റും. ദൈവം മാനിക്കണം.
ഞങ്ങൾക്ക് പറയാം. ദൈവം ഇത്ര മാനിച്ച രോഗാവസ്ഥയിൽ നിന്ന് വിടിവിച്ച് ഞങ്ങൾ ഇത്രത്തോളം മാനിച്ച് ഞങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ച് ഇത്രയും നടത്തിയതിനാൽ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. യോസേപ്പിന്റെ സഹോദരനെ മധ്യം മാനിച്ചു പോലെ യോസേപ്പിന്റെ സഹോദരന്റെ മധ്യം മാനിച്ച പോലെ ദൈവം ഞങ്ങളെ മാനിച്ച് ഇത്രത്തോളം ദേശത്ത് നിലനിർത്തിയിരിക്കും. അനേക ദേവദാസന്മാർ നമ്മുടെ ഭവനത്തിൽ കടന്നു ഓരോ ദിവസം അനേക ദേവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു ഇതിനായിട്ട് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുവാൻ, ശുശ്രൂഷിക്കാൻ, ബഹുമാനിക്കാൻ കർത്താവ് ഈ എളിയോടെ ഭാഗ്യനിക്കുന്നതിന്. അപ്പൊ ഞാൻ എപ്പോഴും ദൈവത്തെ പറയും, കർത്താവെ അനേക ദേവദാസന്മാരെ ശുശ്രൂഷിച്ച ബഹുമാനിച്ച അവരെ ഓർത്ത് കർത്താവ് ഓർക്കണമെന്ന് ദേവസ്ഥനിൽ പ്രാർത്ഥിക്കാം. ദൈവനാമ ദേവസത്തരിക്കാരുടെ നീ അനേകർക്ക് വേണ്ടി ചെയ്ത് എന്റെ സന്നിധിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് ദൈവശബ്ദം കേൾക്കുവാൻ വഴിയാത്തിട്ടുണ്ട്. കർത്താവ് എത്രത്തോളം എന്നെ നടത്തി ദൈവം സഹായിച്ച് ഞാൻ സ്തോത്രം ചെയ്യണം. ഇങ്ങനെ ദൈവസനെ സാക്ഷ്യം പറയാൻ കർത്താവ് എനിക്കൊരു അവസരം ദൈവം ദാനമായി തന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. ഈ എൻ്റെ മരിച്ചു പോയി മണ്ണിൽ ലയിച്ചു ചേർന്ന മണ്ണിനൊരു വളമായി തീർന്ന സ്ഥാനത്ത് ദൈവം ഈ ഭൂമി എന്നേക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലോകത്തിന് മാറ്റപ്പെടുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നുപോയത്. എന്നാലും കർത്താവ് എന്നെ ഓർത്ത്, ദൈവം എന്നെ ഓർത്തതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മനുഷ്യരല്ല എന്നെ ഓർത്ത്, മനുഷ്യരെ ആശ്രയിക്കുന്ന നല്ല എന്ന് പറയാൻ കാണും. കർത്താവ് ഞാൻ മനുഷ്യരെ ആശ്രയിക്കുന്നില്ല. മനുഷ്യരെ ആശ്രയിക്കുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല, പല കാര്യങ്ങൾക്ക് ആശ്രയിക്കുക. എന്നാൽ എനിക്ക് കൂടുതലായി ആശ്രയിപ്പാണ് എൻ്റെ കർത്താവിൻ്റെ പാദങ്ങളിൽ മാത്രമാണ്. അവനാണ് എൻ്റെ ജീവന്റെ ബലം, യഹോവയുടെ ജീവന്റെ ബലമാണ്. ഞാൻ ആരും പേടിക്കുമെന്ന് പറയാൻ താക്കാണ്. കർത്താവ് എൻ്റെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഞാൻ ഒത്തിരി കഷ്ടങ്ങൾ സങ്കടവും അനുഭവിച്ചു. അപ്പൊ ഞാൻ തുടർന്ന് ഞാൻ കഷ്ടങ്ങൾ അനുഭവിച്ച് ഒത്താണ് നന്മ സ്വർഗം എന്നെ സഹായിക്കാൻ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്? ഞാൻ സകലയിടത്തിന്റെ ദൈവമാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ഞാൻ ആരും പ്രേക്ഷകരോട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയും, ഏത് രോഗമായിരുന്നു ദൈവം വിടുവിക്കാൻ ശക്തനാണ്. എന്നെ വിടുവിച്ച ദൈവം ഈ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ ജീവിതങ്ങളെ ദൈവം വിടുവിക്കും. ഞാൻ ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന അനേക ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് വേണ്ടി ആരെയും ക്യാൻസർ വന്നു ദൈവമേ. അപ്പം ഞാൻ പറയും, ദൈവമേ അവരെ വിടുവിക്കണം, എന്നെ വിടുവിച്ച കർത്താവ് അവരെ വിടുവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വാക്ക് മാത്രമേ, ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം വിടുവിക്കും. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. പൂർണ്ണതയോടെ യഹോവയെ അന്വേഷിക്കുക. നീ അവന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറയാൻ തക്കാണ് കർത്താവ് എന്നെയും വിളിച്ചു. അപ്പൊ എന്നെ കേൾക്കുന്ന ഈ അരോമ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ദൈവം വിടുവിച്ച് സൗഖ്യത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഓരോ രോഗികളെ ദേശത്ത് ഇതുപോലെ ഒരു കർത്താവിന്റെ ആത്മസാക്ഷിയായി തീർക്കുക. ഏതൊരാശ്വാസമായി തീരാ. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. വാർത്തങ്ങൾ വിശ്വസനായ കർത്താവേ, ദൈവമേ, കാലം ദൈവമേ സാക്ഷിയായി തീരുക. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവത്തിന് മഹാദയ്ക്കും വിശ്വസ്തയ്ക്കുമായ ദൈവസ്ഥം എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ തക്കാണ് കർത്താവ് എനിക്കൊരു അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ പാൽക്കാലം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവെ സ്തോത്രത്തിന്റെ ഫലമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പറയാൻ സാധിച്ചില്ല. എന്നാൽ ഈ പാൽക്കാലം ദിവസനെ കർത്താവിന്റെ ഒരു സാക്ഷിയായി
നിൽക്കാൻ സ്വർഗത്തിൽ എന്നെ സഹായിച്ച ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നല്ലവനല്ല, അവന്റെ ദയ നയിക്കുന്നു പറയാൻ തക്കാണ്. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന ദൈവദാസനും കുടുംബത്തിനും അരോമ ടി വിക്ക് അരോമ ടി വിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ അൽഫോൻസ് ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. 10 പേരിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തതായ ഒരു വ്യക്തി. തീർച്ചയായിട്ടും ദൈവത്തിന് ഒരു വേറിട്ട സാക്ഷിയായി നിലകൊള്ളുവാൻ വേണ്ടിയിട്ട് ദൈവം മാറ്റി നിർത്തി എന്ന് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. 10 മക്കളിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത ഒരു പുത്രി. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടത്തിവിട്ടു. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, വിശ്വസിക്കുവാൻ കഴിയാത്ത, നമുക്കിഷ്ടമല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളെ കടത്തിവിട്ടു. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചോദിക്കും, ദൈവമേ എന്നെ എന്തിന് ഇങ്ങനെ പരീക്ഷിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷെങ്കിൽ ചോദിക്കുമായിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നു. ഒരു പക്ഷെങ്കിൽ ഈ വേദന അല്ലെങ്കിൽ രോഗം, അതാണോ ദൈവത്തിന്റെ ശിക്ഷാ നടപടിക്രമം? ദൈവത്തിന് ഒരു വ്യക്തിയെ എങ്ങനെ ഏത് നിലകളിലൂടെ ഒരുക്കിയെടുക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മൾ ആരും ചോദ്യം ചെയ്യുവാൻ ആരുമല്ല. അതുകൊണ്ട് രോഗം പല നിലകളിലൂടെ ശരീരത്തിൽ കടന്നു വരാം. നമ്മൾ അതിനെ പല പേരുകളിൽ അതിനെ വിളിക്കുന്നു, അറിയപ്പെടുന്നു. അതിന് പല ചികിത്സാ മാധ്യമങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മെ ഒരുക്കിയെടുത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരായുധമായി, ദൈവത്തിന് നാമം മഹത്വപ്പെടുന്ന ഒരു സാക്ഷ്യമായി നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ പ്രിയാന്റിയുടെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ കരം കൂടെയിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 16 വർഷമായി ദൈവം തന്ന അത്ഭുതകരമായ ആ വിടുതലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ അനേക പ്രിയപ്പെട്ടവര് ഈ രോഗത്തിലൂടെ അന്ന് കടന്നുപോയി. അതിൽ ചുരുക്കം പേര് മാത്രമായിരിക്കാം ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചിരുന്നു കൊണ്ട് ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം പോലും ഉണ്ടാകുവാൻ അവസരമുണ്ടായത്. തീർച്ചയായിട്ടും പ്രിയാന്റിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ, അനേക പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ആദായപ്പെടുത്തുവാൻ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവച്ചതിന് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടി വി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രേക്ഷകരെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. aromamary.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു.
aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.